നമസ്കാരം. കൊളസ്ട്രോളും ഷുഗറും ഒക്കെ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗമാണ് BP അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദം. നമ്മുടെ ശരീരത്തിലെ പ്രഷറിൻ്റെ അളവ് അനിയന്ത്രിതമായി കൂടുന്നതാണ് BP എന്ന് എല്ലാവർക്കും അറിയാം. ഇതിന് ഏറ്റവും പ്രധാന കാരണമായിട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഉപ്പിൻ്റെ അംശം കൂടുന്നത് തന്നെയാണ്. ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്ത റീസൺസ് എന്ന് പറയുന്നതാണ് സ്ട്രെസ്സ്, മാനസിക പിരിമുറുക്കം, പിന്നെ മറ്റ് ജീവിതശൈലി രോഗങ്ങൾ രണ്ടുമുണ്ടെങ്കിൽ, അതായത് കൊളസ്ട്രോളും ഷുഗറും രണ്ടുമുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ബാലൻസ് തെറ്റുന്നത് മൂലമുണ്ട് BP വരാം. പിന്നൊന്ന് മദ്യപാനം, പുകവലി, മറ്റ് എല്ലാ അസുഖങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ ഇതിനും അതൊരു കാരണം തന്നെയാണ്. പിന്നെ വ്യായാമമില്ലാത്ത ജീവിതം. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് BP ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും അകാരണമായി നമുക്ക് തലവേദനയോ ഛർദിലോ തലകറക്കമോ നോസിയ, നമുക്ക് ക്ഷീണവും തലകറക്കവും ഛർദിലുമൊക്കെ അകാരണമായി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പൊതുവെ BP ചെക്ക് ചെയ്യേണ്ടത്. അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ മരുന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഒന്ന് നമ്മുടെ ജീവിതശൈലിയും ആഹാര രീതിയും ഒക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് നോക്കുമെന്നാണ് ഡോക്ടർമാർ എപ്പോഴും നമ്മളോട് പറയുന്നത്. BPക്ക് ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ അത് വേണ്ടെന്ന് വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടൻ രീതികളിൽ എങ്ങനെ BP കുറയ്ക്കാമെന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നെല്ലിക്ക. നെല്ലിക്ക നല്ലവണ്ണം ചതച്ച് അതിൻ്റെ ചാറ് കുടിക്കുന്നത് ഈ അമിത രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതാണ് ഞാൻ നെല്ലിക്ക നല്ലവണ്ണം ചതച്ചതാണ്. ഈ നെല്ലിക്ക ചതച്ച ഈ ചാറ്, എന്നിട്ട് അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊരു അരിപ്പിൽ നല്ലവണ്ണം അതിനെ അരിച്ച് അതിൻ്റെ ചാറ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ കുറച്ച് BP ഒക്കെ ചെറുതായിട്ട് BP ഉണ്ട് എന്ന് ഡോക്ടർ പറയുന്ന ഒരു സ്റ്റേജിൽ ഇങ്ങനത്തെ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചാൽ മതിയോ എന്ന് ഡോക്ടറിനോട് ചോദിച്ചിട്ട് പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ നെല്ലിക്ക ചതച്ച ചാറ്, ലേശം കയ്പുണ്ടാവും ഇതിന്. നെല്ലിക്കയുടെ ഒരു കയ്പും പുളിയും എല്ലാം കലർന്ന ഇത് നെല്ലിക്ക ശരിക്കും മരുന്നുകളുടെ ഒരു കൂടാരമാണ് നമ്മുടെ പ്രത്യേകിച്ച് സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ. ഒരു ഗ്ലാസ്, ഇതൊരു 10 നെല്ലിക്ക എടുത്തിട്ടുള്ളൂ. അതിൽ കയ്പ് മാറാൻ വേണ്ടി വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ തേനും ചേർക്കാം. നെല്ലിക്കച്ചാറും തേനും കൂടിയുള്ള ജ്യൂസാണിത്. ഇത് കുടിക്കുന്നത് BP കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. മിക്കവാറും ഈ ജീവിതശൈലി രോഗങ്ങൾ, അതായത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഒന്നുണ്ടെങ്കിൽ മറ്റേത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മിക്കവാറും ഷുഗറോ അല്ലെങ്കിൽ BP ഇതിലേതെങ്കിലും ഒന്നുള്ള ആൾക്ക് കൊളസ്ട്രോളോ അതും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ചികിത്സയിലും പലതും കോമൺ ആണ്. ഞാൻ നേരത്തെ കൊളസ്ട്രോൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തണ്ണിമത്തൻ്റെ കുരു പൊടിച്ചത് വെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് നല്ലതാണ്. ഇത് തണ്ണിമത്തൻ്റെ കുരു ഉണക്കി പൊടിച്ചതാണ്. ഇത് 1 ടീസ്പൂൺ ഈ കുരു പൊടിച്ചത് 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി നമ്മൾ ദിവസവും കുടിക്കുന്നത് നല്ലതാണ്. ഇത് വെള്ളത്തിൽ കലക്കിയ പൊടിയാണ്. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിലും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊളസ്ട്രോളിൻ്റെ ചികിത്സയുടെ ഭാഗമായി. BPക്കും ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊരു കോമൺ റെമഡിയാണ് വെള്ളുള്ളി, ഗാർലിക് എന്ന് പറയുന്നത്. ഇത് വെറും വയറ്റിൽ കഴിക്കുന്നതും മാക്സിമം ഇത് പച്ചയ്ക്ക് കുക്ക് ചെയ്യാതെ കഴിക്കുന്നതും മറ്റ് സമയങ്ങളിലാണെങ്കിലും കഴിക്കുന്നത് BP നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ BPക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ സോൾട്ട് ഇൻടേക്ക്, നമ്മുടെ ഉപ്പിൻ്റെ അംശം കൂടുന്നതുകൊണ്ടാണ് പ്രഷർ കൂടുന്നത്. ഉപ്പിൻ്റെ അംശം നിയന്ത്രിക്കുക എന്നുള്ളതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നൊന്ന് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുക. പിന്നെ മരുന്നില്ലാതെ തന്നെ BP കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നടത്ത വളരെ അത്യാവശ്യമാണ്. പൊതുവേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണങ്ങളിൽ രുചി കൂടാനായിട്ട് ഉപ്പ് കൂടുതൽ ചേർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ അംശം കൂടുമ്പോൾ അത് BPയെ ബാധിക്കും. കഴിവതും ഹോട്ടൽ ഭക്ഷണം ഒഴിവാക്കുക. വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത ഭക്ഷണം കഴിക്കുക. അത് BPക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലൊക്കെ കൂടി നമ്മൾ സമ്പാദിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ആരോഗ്യമാണ്. നമ്മുടെ ആരോഗ്യമുള്ള ശരീരമാണ്, ആരോഗ്യമുള്ള മനസ്സാണ്.